മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ ഒരു വമ്പൻ നീക്കം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇറാന്റെ ഒരു വമ്പൻ നീക്കം ഒരുപക്ഷെ US-നെയും അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും അമേരിക്കയെയും ഇസ്രായേലിനെയും പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാന്റെ ഈ വമ്പൻ നീക്കം പേർഷ്യൻ ഗൾഫിൽ നടക്കുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇറാൻ തങ്ങളുടെ നിഗൂഢമായിട്ടുള്ള വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിൽ അനാവരണം ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. 1970 മുതൽ ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഇറാൻ ഉണ്ടെങ്കിലും ഒരു വിമാനവാഹിനി കപ്പൽ, അത് വഹിക്കാവുന്ന വിമാനവാഹിനി കപ്പൽ ഇറാനില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ ഒരു വമ്പൻ വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ ഗൾഫിൽ അനാവരണം ചെയ്തിരിക്കുന്നു. ഇറാന്റെ ബന്ദർ അബ്ബാസ് നേവൽ ബേസിലാണ് ഈ കപ്പൽ ഇപ്പോൾ കിടക്കുന്നത്. ഇതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അടക്കം ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. 24 വർഷം മുമ്പുള്ള ഒരു കണ്ടെയ്നർ കപ്പലാണ് ഈ വിമാനവാഹിനി കപ്പലായി ഇറാൻ മാറ്റിയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു ഡ്രോൺ കാരിയർ ആക്കിയാണ് യഥാർത്ഥത്തിൽ ഈ കപ്പലിനെ മാറ്റിയിരിക്കുന്നത്. ഒരു വിമാനം ഇതിൽ പറന്നുയരാനായി സാധിക്കുമെങ്കിൽ പോലും പ്രധാനമായും ഡ്രോണുകളെ ഈ കപ്പലിൽ വിന്യസിക്കാനാണ് ഇറാന്റെ തീരുമാനം. ഡ്രോണുകളെ വിന്യസിക്കുന്നതിലൂടെ അതിൻ്റെ വിപുലമായ സവിശേഷത അമേരിക്കയെയും ഇസ്രായേലിനെ പോലും ഞെട്ടിക്കുന്നതാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. പരമ്പരാഗത വിമാനവാഹിനി കപ്പൽ അല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം ഇതൊരു വ്യത്യസ്തമായ ഘടനയാണ് ഈ വിമാനവാഹിനി കപ്പലിനുള്ളത്. സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്രകാരം ഒരു ഡ്രോണിന് മറഞ്ഞിരിക്കാനും ആ ഡ്രോണിന് പറന്നുയരാനും അതിർത്തി കടന്നു വരുന്ന മറ്റ് വിമാനങ്ങളെ തടയാനുമുള്ള കഴിവ് ഈ വിമാനവാഹിനി കപ്പലിനുണ്ട്. ഒരു കോൺ ആകൃതിയിലുള്ള രൂപകൽപ്പനയാണ് ഈ വിമാനവാഹിനി കപ്പലിനുള്ളത്. ഈ വിമാനവാഹിനി കപ്പലിന് ഒരു റൺവേ ഉണ്ട്. പോരാത്തതിന് യുദ്ധവിമാനങ്ങളെക്കാൾ ഇതിൽ വിന്യസിക്കുക ഡ്രോണുകളാണ് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇറാൻ സമാനമായ 3 വിമാനവാഹിനി കപ്പൽ കൂടെ വികസിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഷഹീദ് ബഗേരി, ഷഹീദ് റൗദക്കി, ഷഹീദ് മഹ്ദവി എന്ന് പറയുന്ന 3 വിമാനവാഹിനി കപ്പലുകളാണ് ഇത്. സൈനിക സാങ്കേതിക വിദ്യകളിലെ ഇറാന്റെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഇത് സാധൂകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇറാന്റെ ഒരു തന്ത്രപരമായ നേട്ടമായി തന്നെ ഈ വിമാനവാഹിനി കപ്പൽ അവർ കാണുന്നുണ്ട്. പോരാത്തതിന് ശത്രുവിന്റെ വിമാനങ്ങളെ ഡ്രോണുകൾക്ക് ആക്രമിക്കാൻ സാധിക്കും. ഈ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള വ്യോമാതിർത്തി ലംഘിക്കുന്നത് തടയാൻ സാധിക്കും. ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഡ്രോണുകൾ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അറിയാം. പോരാത്തതിന് ഷഹീദ് ഡ്രോണ് റഷ്യയിലേക്ക് പോലും ഇറാൻ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് നമുക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല. നേരത്തെ ഇസ്രായേൽ ഇറാനിലേക്ക് ഫൈറ്റർ ജെറ്റുകളുമായി വന്നാണ് അവരുടെ ബേസുകളെല്ലാം തകർത്തിട്ട് പോയത്, അവരുടെ നേവൽ ബേസ് ആക്രമിച്ചത്. ഇനി അതിർത്തി ലംഘിച്ച് വരുന്ന വിമാനങ്ങൾക്ക് ഒരു താക്കീത് എന്ന വണ്ണമാണ് ഇറാൻ ഇതവിടെ വിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിരീക്ഷണത്തിനും യുദ്ധത്തിനും ഈ വിമാനവാഹിനി കപ്പൽ ഒരു ഓൾറൗണ്ടറാണ് എന്നും പ്രതിരോധ വിദഗ്ധർ പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.